നിസാമിന്റെ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. മാങ്ങാട്ടുപറമ്പ് AR ക്യാമ്പിലെ അജിത് കുമാർ, രതീഷ്, വിനീഷ് എന്നിവർക്കാണ് സസ്പെൻഷൻ. ജോഷില തരും കൂടുതൽ വിവരങ്ങൾ. ജോഷില, എന്തായാലും നിർണായകമായ ഒരു വഴിത്തിരിവ്. 3 പോലീസുകാർക്ക് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു. മറ്റു വിവരങ്ങൾ കൂടി. ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി നിസാമിന്റെ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് സസ്പെൻഷൻ. മാങ്ങാട്ടുപറമ്പ് AR ക്യാമ്പിലെ രതീഷ്, അജിത്, വിജീഷ് എന്നിവർക്കാണ് സസ്പെൻഷൻ. നിസാമിന്റെ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഉടൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ജയിൽ DIG നടത്തിയ അന്വേഷണത്തിൽ ജയിലിനുള്ളിൽ അത്തരമൊരു സൗകര്യം നിസാമിന് ലഭിച്ചിട്ടില്ലെന്നും എന്നാൽ 20-ന് കേസുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ കോടതിയിലേക്കുള്ള വഴിയെ ബന്ധുക്കളെ ഫോൺ ചെയ്തിരുന്നതായി നിസാം സമ്മതിക്കുകയുമായിരുന്നു. നിസാമിന്റെ ഈ സമയത്തെ ചുമതല മാങ്ങാട്ടുപറമ്പ് AR ക്യാമ്പിലെ രതീഷിനും അജിത്തിനും വിജീഷിനുമായിരുന്നു. ഇവരെ അന്വേഷണ വിധേയമായി ഇന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറങ്ങുകയായിരുന്നു. അഞ്ജു. ശരി, ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സൗമ്യ വധക്കേസിൽ പുനഃപരിശോധനാ ഹർജി വീണ്ടും പരിഗണിക്കവേ സുപ്രീംകോടതിയിൽ നേരിട്ട് ഹാജരാകുമെന്ന് ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു. നോട്ടീസ് ലഭിച്ചെന്നും നവംബർ 11-ന് തന്നെ 3-അംഗ ബെഞ്ച് മുമ്പാകെ നേരിട്ടെത്തി വിശദീകരണം നൽകുമെന്നും ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു അറിയിച്ചു. ഇതോടെ നിയമചരിത്രത്തിലെ അസാധാരണമായ നടപടിക്കാണ് നവംബർ 11-ന് തുറന്ന കോടതി സാക്ഷ്യം വഹിക്കുക. ഗോവിന്ദചാമിയെ കൊലക്കുറ്റത്തിൽ നിന്നൊഴിവാക്കിയ സുപ്രീംകോടതി വിധിയിലെ അപാകത ചൂണ്ടിക്കാട്ടിയ മുൻ സുപ്രീംകോടതി ന്യായാധിപൻ മാർക്കണ്ഡേയ കട്ജു കോടതി മുമ്പാകെ നേരിട്ട് ഹാജരാകുമെന്നാണ് അറിയിച്ചത്. നവംബർ 11-ന് കേരള സർക്കാരും സൗമ്യയുടെ അമ്മ സുമതിയും നൽകിയ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോഴാണ് മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു സുപ്രീംകോടതിയിൽ ഹാജരാകുക. സുപ്രീംകോടതിയുടെ നോട്ടീസ് ലഭിച്ചെന്നും മുൻ സുപ്രീംകോടതി ജസ്റ്റിസ് വ്യക്തമാക്കി. സൗമ്യ കേസിൽ കഴിഞ്ഞ മാസം 15-ന് നൽകിയ വിധി പുനഃപരിശോധിക്കണമെന്നും പരസ്യവാദ്യം വേണമെന്നും ജസ്റ്റിസ് കട്ജു ഫേസ്ബുക്കിലൂടെ അഭിപ്രായപ്പെട്ടിരുന്നു. സൗമ്യയുടെ മരണത്തിലേക്ക് വഴിവെച്ച ക്ഷതങ്ങൾക്ക് കാരണക്കാരനായ ഗോവിന്ദചാമിക്കെതിരെ IPC 300 പ്രകാരം കൊലക്കുറ്റം ചുമത്താവുന്നതാണെന്നും ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു പീപ്പിൾ TV അടക്കമുള്ള മാധ്യമങ്ങളിലൂടെയും പ്രതികരിച്ചിരുന്നു. ഈ നിലപാട് കോടതി മുമ്പാകെ ഹാജരായി വിശദീകരിക്കാനാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് തുറന്ന കോടതിയിൽ വാദം കേൾക്കവേ ആവശ്യപ്പെട്ടത്. സുപ്രീംകോടതി മുൻ ന്യായാധിപൻ തന്നെ കോടതി മുമ്പാകെ ഹാജരാകുന്നതിന് ഭരണഘടനാപരമായി വിലക്കുള്ളതിനാൽ ഹാജരാകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് മാർക്കണ്ഡേയ കട്ജു ആദ്യം നിലപാട് അറിയിച്ചിരുന്നത്. പിന്നീട് ഭരണഘടന അനുവദിക്കുകയാണെങ്കിൽ ഹാജരാകാമെന്നും ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു വ്യക്തമാക്കിയിരുന്നു. നിയമചരിത്രത്തിൽ അപൂർവമായാണ് മുൻ ന്യായാധിപൻ തന്നെ സുപ്രീംകോടതിയിൽ നേരിട്ട് ഹാജരായി വിധിയിലെ അപാകത ചൂണ്ടിക്കാട്ടുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. തന്റെയോ സർക്കാരിന്റെയോ അറിവോടെയല്ല ADGP B. സന്ധ്യ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജുവിനെ കണ്ടതെന്ന് അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ്. ഇത് ശരിയായ നടപടിയല്ല. സർക്കാർ സുപ്രീംകോടതിയിൽ അറ്റോർണി ജനറലിനെയാണ് സൗമ്യ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മറ്റൊരു അഭിഭാഷകന്റെ സഹായം തേടേണ്ടതില്ല. കേസിൽ കട്ജുവിന്റെ സഹായം ആഗ്രഹിക്കുന്നില്ലെന്നും AG കൊച്ചിയിൽ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ അഡ്വക്കേറ്റായ അറ്റോർണി ജനറൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നിയമോപദേശം തേടുന്നു. വേറൊരു നിയമോപദേശം അതിൽ ആവശ്യമില്ല. അതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ്. വേറൊരു ഉപദേശം തേടാൻ പോകുന്നത് ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് ജനറലിനെ സംബന്ധിച്ചിടത്തോളം എന്നോട് ആലോചിച്ചിട്ടില്ല. അതൊരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സമാധാനത്തിനാണ് CPIM മുൻഗണന നൽകുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സമാധാനത്തിനു വേണ്ടി ആരും മുൻകൈയെടുത്താലും പൂർണ്ണ സഹകരണം നൽകുമെന്നും കേരളത്തിൽ എപ്പോഴും അക്രമമെന്ന് പ്രചരിപ്പിക്കാനാണ് RSS ശ്രമമെന്നും കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂരിൽ പറഞ്ഞു. സമാധാന ശ്രമങ്ങളുമായി സഹകരിക്കാത്ത RSSനെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുന്നു. പ്രാദേശികമായി വിളിക്കുന്ന സമാധാന കമ്മിറ്റി യോഗങ്ങളിൽ അവർ പങ്കെടുക്കുന്നില്ല. നാളെ ജില്ലാ കളക്ടർ സമാധാന കമ്മിറ്റി യോഗം വിളിച്ചിരിക്കുകയാണ്. CPIM ആ സമാധാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. സമാധാനത്തിന് വേണ്ടി ആര് ശ്രമം നടത്തിയാൽ അതുമായി പൂർണ്ണ സഹകരണമായിരിക്കും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്നത്. ഇത്തരം സമാധാന കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് മാറിയൊന്ന് അക്രമത്തിന് ആഹ്വാനം കൊടുക്കുകയും ബോംബുണ്ടാക്കാനും തോക്കുണ്ടാക്കാനും മറ്റ് ജില്ലകളിൽ നിന്ന് ക്രിമിനലുകളെ ഇറക്കുമതി ചെയ്യാനും കൊട്ടേഷ് സംഘത്തെ ഇറക്കുമതി ചെയ്യാനും ആസൂത്രണം ചെയ്യുന്ന RSS സംഘത്തെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. സംസ്ഥാനത്ത് കോൺഗ്രസ് ഇപ്പോഴും മോശം അവസ്ഥയിലെന്ന് AK ആന്റണി. പുനഃസംഘടനയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരുടെയും ഫോൺ ചോർത്തുന്നത് ശരിയല്ലെന്നും ജേക്കബ് തോമസിന്റെ ഫോൺ ചോർത്തിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് ആന്റണി പ്രതികരിച്ചു. പോലീസ് 3-ാം മുറി രീതിയിലേക്ക് തിരിച്ചു പോകുന്നത് ശരിയല്ലെന്നും AK ആന്റണി കൊച്ചിയിൽ പറഞ്ഞു. ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളറിയാം. ഏതായാലും ഈ ഏറ്റവും പ്രയാസമുള്ള കാലഘട്ടത്തിൽ, കാരണം കേരളത്തിലെ കോൺഗ്രസ്
ചരിത്രത്തിൽ തന്നെ ഏറ്റവും കടുത്ത ഒരു വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണ്. പഴയ സ്ഥിതിയല്ല. ഈ ഏറ്റവും പ്രയാസമുള്ള ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ UDF നിന്ന് അകന്നുപോയ ജനവിഭാഗങ്ങളെ സംസ്ഥാനത്തും ജില്ലകളിലും താഴേക്കിടയിലും തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന നിലയിലുള്ള നയസമീപനങ്ങൾ സ്വീകരിക്കാനെല്ലാം പറ്റിയ നല്ല പ്രസിഡന്റുമാരെ കണ്ടെത്താൻ എല്ലാവരും ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ അധികാരപ്പെടുത്തിയതല്ലാതെ ആരും ഒരാളുടെയല്ല ആരുടെയും ഫോൺ ചോർത്താനും പാടില്ല. അത് ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റാണ്. ഒറ്റപ്പെട്ട പ്രശ്നമല്ല ഞാൻ പറയുന്നത്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഭരണകക്ഷിയായ സമാജ്വാദി പാർട്ടി പിളർപ്പിന്റെ വക്കിൽ. മുഖ്യമന്ത്രി അഖിലേഷ് യാദവ്, പിതൃ സഹോദരൻ ശിവപാൽ യാദവ് അടക്കം 4 പേരെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി. അച്ഛൻ മുലായം സിംഗ് യാദവിനെ മറികടന്നുള്ള അഖിലേഷിന്റെ നീക്കത്തോടെ സമാജ്വാദി പാർട്ടിയിലെ അധികാര തർക്കം മൂർച്ഛിച്ചു. പാർട്ടിയുടെ UP അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അഖിലേഷിനെ മാറ്റി ശിവപാൽ യാദവിനെ മുലായം സിംഗ് നിയമിച്ചതോടെയാണ് സമാജ്വാദി പാർട്ടിയിൽ അധികാര തർക്കം ഉടലെടുത്തത്. ഇതിന് മറുപടിയായി ശിവപാൽ യാദവിന്റെ പ്രധാന വകുപ്പുകൾ അഖിലേഷ് ഒഴിവാക്കി. മുലായത്തിന്റെയും അമർ സിംഗിന്റെയും നേതൃത്വത്തിൽ സമവായ നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് അഖിലേഷിന്റെ അപ്രതീക്ഷിത നീക്കം. ശിവപാൽ യാദവിന് പുറമെ ഓംപ്രകാശ് സിംഗ്, നാരദ് റായ്, ഷഹിദ ഫാത്തിമ എന്നിവരെയാണ് മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കിയത്. മുലായം സിംഗ് നാളെ പാർട്ടിയുടെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിനിടെയാണ് പാർട്ടി നിയമസഭാ കക്ഷി യോഗം അടിയന്തരമായി തന്റെ വസതിയിൽ വിളിച്ച് അഖിലേഷ് മന്ത്രിമാരെ പുറത്താക്കിയത്. ഇതിലൂടെ അധികാര തർക്കത്തിൽ പിതാവ് മുലായം സിംഗുമായി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് അഖിലേഷ് നൽകിയിരിക്കുന്നത്. മുലായത്തെ മാത്രമേ നേതാവായി അംഗീകരിക്കുമെന്ന് ശിവപാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ അഖിലേഷിനെ പിന്തുണച്ച് മുതിർന്ന നേതാവ് രാംകൃപാൽ യാദവ് രംഗത്തെത്തി. അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉണ്ടായ പ്രതിസന്ധി സമാജ്വാദി പാർട്ടിക്ക് തിരിച്ചടിയാകും. പിളർപ്പ് ഒഴിവാക്കാനുള്ള കിണഞ്ഞ പരിശ്രമത്തിലാണ് മുലായം സിംഗ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. BJP MP വരുൺ ഗാന്ധിയുടെ ഹണി ട്രാപ്പിന്റേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം വരുൺ ഗാന്ധി അടുത്തിടപഴകുന്ന ദൃശ്യങ്ങൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തത് രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ വരുണിൽ നിന്ന് ചോർത്തിയെന്നായിരുന്നു ആരോപണം. ദേശീയ ഓൺലൈൻ മാധ്യമമായ നാർദ ന്യൂസ് ഓൺലൈനാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ഹണി ട്രാപ്പ് വിവാദത്തിൽ BJP ദേശീയ നേതൃത്വം തന്ത്രപരമായ മൗനം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. പ്രതിരോധ കാര്യങ്ങൾ സംബന്ധിച്ച പാർലമെന്ററി സമിതി അംഗമായിരുന്ന BJP MP വരുൺ ഗാന്ധി ഹണി ട്രാപ്പിൽ കുടുങ്ങി രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി നൽകിയെന്ന കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. US അഭിഭാഷകനായ D. എഡ്മണ്ട് അലൻ എന്ന ആളാണ് ഇക്കാര്യം ആരോപിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നത്. ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം വരുൺ ഗാന്ധി അടുത്തിടപഴകുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് രഹസ്യങ്ങൾ വിവാദ പ്രതിരോധ ഇടപാടുകളുടെ ഇടനിലക്കാരൻ അഭിഷേക് വർമ്മ ചോർത്തിയെന്നായിരുന്നു ആരോപണം. ഈ ആരോപണങ്ങളെല്ലാം വരുൺ ഗാന്ധി നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വരുൺ ഗാന്ധി ഹണി ട്രാപ്പിൽ എന്ന പേരിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ദേശീയ ഓൺലൈൻ മാധ്യമമായ നാരദ ന്യൂസിന്റെ ഇംഗ്ലീഷ് വെബ്സൈറ്റിലാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിവാദ ആയുധ ഇടപാടുകാരൻ അഭിഷേക് വർമ്മയുടെ മുൻ വ്യാപാര പങ്കാളി എഡ്മണ്ട് അലൻ തന്നെ പുറത്തുവിട്ടതാണ് ഈ ചിത്രങ്ങളെന്നാണ് കരുതുന്നത്. എന്നാൽ ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം ഇടപഴകുന്ന ചിത്രങ്ങളുടെ സത്യാവസ്ഥ ഇനിയും വെളിപ്പെടേണ്ടതുണ്ട്. വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വരുൺ ഗാന്ധി സമ്മർദ്ദം ശക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു ഹണി ട്രാപ്പ് വിവാദം ശക്തമായത്. BJP ദേശീയ നേതൃത്വം വരുൺ ഗാന്ധിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു. ഇതിന് പിന്നാലെയാണ് വരുൺ ഗാന്ധിയുടേത് എന്ന് സംശയിക്കുന്ന ഹണി ട്രാപ്പ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വരുൺ ഗാന്ധിയുടെ കിടപ്പറ ദൃശ്യങ്ങൾ വാർത്തകളിൽ നിറയുമ്പോൾ തിരിഞ്ഞുകൊത്തുന്നത് ചരിത്രമാണ്. 38 വർഷങ്ങൾക്ക് മുമ്പ് ജനതാ പാർട്ടി സർക്കാരിലെ പ്രതിരോധ മന്ത്രിയായിരുന്ന ജഗ്ജീവൻ റാമിനെ കുടുക്കാൻ ഇന്ദിരാഗാന്ധിയും മരുമകൾ മേനകാ ഗാന്ധിയും ഉപയോഗിച്ചത് ഇത്തരമൊരു ലൈംഗിക ദൃശ്യമായിരുന്നു. 1978 കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന ജഗ്ജീവൻ റാമിന്റെ മകൻ സുരേഷ് റാമായിരുന്നു അന്നത്തെ ദൃശ്യങ്ങളിലെ നായകൻ. ഒപ്പമുണ്ടായിരുന്നത് ദില്ലി സർവകലാശാലയിലെ വിദ്യാർത്ഥിനി സുഷമ ചൌധരി. ചിത്രം പ്രസിദ്ധീകരിച്ചത് മേനകാ ഗാന്ധിയുടെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ സൂര്യ മാസികയിൽ. രാജ്യത്ത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഭരണമാറ്റമുണ്ടായതിന് തൊട്ടു പിന്നാലെയായിരുന്നു സുരേഷ് റാമിന്റെയും സുഷമയുടെയും ചിത്രങ്ങൾ ഇരട്ട പേജുകളിലായി സൂര്യ മാസിക പ്രസിദ്ധീകരിച്ചത്. സുഷമ ആയുധ ഇടപാടുകാരുടെ ചാരസുന്ദരിയാണെന്നും സുരേഷ് റാമുമായുള്ള രഹസ്യബന്ധത്തിലൂടെ ഇന്ത്യയുടെ ആയുധ രഹസ്യങ്ങൾ ചൈനീസ് എംബസിക്ക് ചോർത്തി നൽകിയെന്നുമായിരുന്നു സൂര്യ മാസിക ഉയർത്തിയ ആരോപണം. ഇന്ദിരാഗാന്ധി സർക്കാരിനെ തൂത്തെറിഞ്ഞ് അധികാരത്തിലെത്തിയ ജനതാ പാർട്ടി സർക്കാരിലെ പ്രമുഖനായിരുന്നു ജഗ്ജീവൻ റാം.
ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് കേന്ദ്രമന്ത്രിസഭയിലെ പ്രധാനിയായിരുന്ന ജഗ്ജീവൻ റാം അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ ജനതാ പാർട്ടിയിലെത്തിയത് ഇന്ദിരാഗാന്ധിക്ക് കനത്ത തിരിച്ചടിയായി. ഇതിൽ പ്രതികാരം തീർക്കാൻ കാത്തിരിക്കുകയായിരുന്ന ഇന്ദിരയ്ക്ക് കിട്ടിയ കനിയായി സുരേഷ് റാമിന്റെ ചിത്രങ്ങൾ. ആ ചിത്രങ്ങൾ ജഗ്ജീവൻ റാമിന്റെ രാഷ്ട്രീയ ഭാവിക്ക് അന്ത്യം കുറിച്ചതിന് സമാനമാണ് മേനകയുടെ മകൻ വരുൺ ഗാന്ധിയുടെ ഹണി ട്രാപ്പ് ചിത്രങ്ങളെന്ന് ചരിത്രം സാക്ഷി. അന്ന് ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തയായിരുന്ന മേനക കോൺഗ്രസ് പാളയം വിട്ട് അന്നത്തെ ജനതാ പാർട്ടിയിലെ പ്രമുഖരും പിൻഗാമികളുമായവർ ചേർന്ന് രൂപീകരിച്ച BJPയെ വരിച്ചു എന്നതും മറ്റൊരു ചരിത്രം. ന്യൂസ് ഡെസ്ക്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ അദാനിക്ക് നൽകിയതിൽ ക്രമക്കേടുണ്ടെന്ന് CAGയുടെ കരട് റിപ്പോർട്ട്. വിഴിഞ്ഞം കരാറിൽ സംസ്ഥാനത്തിന് ലാഭമുണ്ടാകില്ലെന്നും CAG. അന്തിമ റിപ്പോർട്ടിന് മുന്നോടിയായുള്ള കരട് റിപ്പോർട്ടിലാണ് CAGയുടെ പരാമർശങ്ങൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കരാർ സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സാമ്പത്തിക ക്രമക്കേട് നടന്നതായുമുള്ള കരട് റിപ്പോർട്ടാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. CAG റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായുള്ള തുറമുഖ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്ത ചോദ്യാവലിയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ വ്യവസ്ഥകളെപ്പറ്റി ഗുരുതരമായ പാകപ്പിഴകൾ ഓഡിറ്റ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അദാനി പോർട്ടുമായി 40 വർഷത്തെ കരാറാണ് സംസ്ഥാന സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണത്തിനായി ചിലവഴിക്കുന്ന 7,525 കോടി രൂപയിൽ 67% സംസ്ഥാന സർക്കാരിന്റെ പണമാണ്. എന്നാൽ 40 വർഷം കൊണ്ട് അദാനി പോർട്ടിന് 1,44,653 കോടി രൂപയുടെ വരുമാനമുണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത് 13,948 കോടി രൂപ മാത്രമാണോ എന്നും റിപ്പോർട്ടിൽ ചോദ്യമുന്നയിക്കുന്നു. PPP മാതൃകയിൽ നടന്ന കരാറിൽ കേരളത്തിന് നേട്ടമുണ്ടായിട്ടുണ്ടോ എന്നും പ്രാരംഭ പ്രവർത്തനത്തിനായി ചിലവഴിച്ച തുകയിൽ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. കരാർ വ്യവസ്ഥകൾ ഇഴകീറി പരിശോധിച്ച ശേഷമാണ് ഓഡിറ്റ് വിഭാഗം തുറമുഖ വകുപ്പിനോട് ചോദ്യാവലി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന്റെ മറുപടി വരും ദിവസങ്ങളിൽ തന്നെ തുറമുഖ വകുപ്പ് നൽകും. സംശയങ്ങൾ ദൂരീകരിക്കുന്ന തരത്തിലുള്ള മറുപടി നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ വിഴിഞ്ഞം തുറമുഖ കരാറിനെതിരെ CAGയുടെ അന്തിമ റിപ്പോർട്ട് വന്നേക്കുമെന്ന സൂചനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുത്തലാഖ് സ്ത്രീകളോടുള്ള അവഗണനയെന്ന് പാലോളി മുഹമ്മദ് കുട്ടി. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ മുസ്ലിം സംഘടനകളോടൊപ്പമെന്നും പാലോളി മുഹമ്മദ് കുട്ടി കോഴിക്കോട്ട് പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ, എല്ലാവരും എതിർക്കുന്നുണ്ട്. അത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കും. മുത്തലാഖിൻ്റെ കാര്യത്തിൽ അത് സ്ത്രീകളോടുള്ള ഏറ്റവും വലിയ അവഗണന കാണിക്കുന്നതാണ്. അത് ഒഴിവാക്കണം എന്നുള്ളത്. തന്റെ 20ാമത് വയസ്സിൽ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത ആവേശത്തിലാണ് വയലാർ സ്വദേശി സഖാവ് വാസു. വാരിക്കുന്തവുമായി സർ CPയുടെ പട്ടാളത്തോട് ഏറ്റുമുട്ടിയ ഓർമ്മകളാണ് ഈ 90-കാരന്റെ മനസ്സിനുള്ളത്. ഇതിനിടയിൽ 2 ഷെല്ലുകൾ തന്റെ ശരീരത്തിൽ പതിച്ചെങ്കിലും സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ വാസു തയ്യാറായിട്ടില്ല. പുന്നപ്ര വയലാർ സമരത്തിന്റെ ചരിത്രം 70 ആണ്ട് കടക്കുമ്പോഴും അതിന്റെ ചുവന്ന വഴിയിലൂടെ 20ാം വയസ്സിൽ നീങ്ങിയ വാസു പുന്നപ്ര വയലാർ സമരത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. വാരിക്കുന്തവും കല്ലുമേന്തി നാടിന്റെ മോചനത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ പോരാടിയവരെ സർ CPയുടെ പട്ടാളം യന്ത്രത്തോക്കുമായി നേരിട്ടപ്പോൾ ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾക്ക് തങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. ആ സമരത്തിൽ വാസുവും വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വെടിയുണ്ടകൾ ഏൽപ്പിച്ച വേദനയും പേറി ഏറെ നാൾ വാസു നടന്നു. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷങ്ങൾ തന്റെ ജീവിതത്തിലെ ജ്വലിക്കുന്ന ഓർമ്മകളായിട്ടാണ് ഈ 90-കാരൻ ഇന്നും പറയുന്നത്. അപ്പോൾ ആ നോട്ടിൽ താഴെ വീണ ഒരു ഉദ്ദേശം ഒരു 10-15 വ്യക്തിയോട് പട്ടാളം വന്നു. പട്ടാളം ബോട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളോട് പറഞ്ഞ് പിരിഞ്ഞു കൊടുന്നു. പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞാൽ അവർ പിരിഞ്ഞു കൊടുന്നു പറഞ്ഞാൽ പിരിഞ്ഞു പോവുകയല്ല. അങ്ങോട്ട് ചിട്ട അങ്ങനെയാണല്ലോ, ഉദ്ദേശമൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ പിരിഞ്ഞു പോകില്ലാന്ന് പറഞ്ഞേ അവർ 4 ലക്ഷം പടി വെച്ചു. എനിക്ക് അവിടെ കിടന്ന് ഞാൻ പലതും കാണേണ്ടതായിട്ടൊന്നും കാര്യം, തലയില്ല, കാലുമില്ല, ഒന്നുമില്ല, എന്നെ പോലെ തന്നെ കൈയും കാലും ഒക്കെ ഇല്ലാത്തയുള്ള ആളുകളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തിരുത്തിക്കുറിച്ച പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത് പട്ടാളത്തിന്റെ ക്രൂരതയ്ക്കും അനീതിക്കും മുന്നിൽ തകർക്കപ്പെട്ട തന്റെ യൗവനത്തെക്കുറിച്ച് വാസുവിന് ദുഃഖമില്ല. മറിച്ച് അതിലൂടെ നാടിന് ലഭിച്ച നേട്ടങ്ങളെയാണ് ഇദ്ദേഹം സന്തോഷത്തോടെ കാണുന്നത്. വയലാർ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത് ജീവിക്കുന്ന രക്തസാക്ഷിയായി ഇന്നും അവശേഷിക്കുന്ന ഏക വ്യക്തിയാണ് വാസുചേട്ടൻ. ക്യാമറാമാൻ വിഷ്ണുരാജിനൊപ്പം ഷജഹാൻ. അയൽവാസി വഴി കെട്ടിയടച്ച് വീടിന് പുറത്തിറങ്ങാനാവാതെ 6-അംഗ ദളിത് കുടുംബം. സ്കൂളിൽ പോകാനാവാതെ പഠനം മുടങ്ങി കുട്ടികൾ. കോട്ടയം കുറിച്ചിയിലാണ് സംഭവം. അയൽവാസിയായ പാറശ്ശേരി അശോകന്റെ പക്കൽ നിന്നും
സതീഷിന്റെ പിതാവ് വിശംബരൻ 5 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. നടപ്പാത നൽകിക്കൊള്ളാമെന്ന വ്യവസ്ഥയിലാണ് ഭൂമി വാങ്ങിയത്. സ്ഥലത്തിന്റെ പട്ടയരേഖയിൽ 3 സെന്റ് ഭൂമി മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. വിശംബരൻ കിടപ്പിലായതോടെ അശോകൻ ഈ കുടുംബത്തിനുള്ള നടപ്പാത നിഷേധിക്കുകയായിരുന്നു. ഈ 2 ആഴ്ചകളായി നല്ലപോലെ ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് ജോലിക്ക് പോകാനോ പിള്ളേർ സ്കൂളിൽ പോകാനോ വെള്ളം കൊണ്ടുവരാനോ ഒരു മാർഗ്ഗമില്ലാതായിട്ടിരിക്കുകയായിരുന്നു. ടീച്ചേഴ്സ് വന്നായിരുന്നു സ്കൂളിലെ. അപ്പോൾ അവർ വന്ന് കണ്ട് ഞങ്ങളുടെ ആ ദാരിദ്ര്യം കണ്ടുപറഞ്ഞ് അവർ സ്കൂളിൽ നിന്ന് ഞാൻ കരുതി തന്നു വിടുമായിരുന്നു. സതീഷിന്റെ കുട്ടികൾ ഒരാഴ്ചയായിട്ടും സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഈ കുടുംബം ഒറ്റപ്പെട്ട് കഴിയുന്ന വിവരം പുറം ലോകം അറിയുന്നത്. വഴിയില്ലായിരുന്നു, സ്കൂളിൽ പോയില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഇറങ്ങാനും പറ്റിയില്ല, പോകാനും പറ്റിയില്ല. വീടിന്റെ ഇരുവശങ്ങളിൽ സ്ഥലം നൽകിയ അശോകന്റെ കൈവശ ഭൂമിയും മുൻഭാഗത്ത് ചതുപ്പ് നിലവുമാണ്. മറ്റൊരു അയൽവാസിയുടെ പുരയിടത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസം ഇവർ സഞ്ചരിച്ചിരുന്നതെങ്കിലും അവരും വഴി നടക്കാൻ അനുമതി നിഷേധിച്ചതോടെ അയൽവാസി കെട്ടിയടച്ച വഴി തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടിക്കൊരുങ്ങുകയാണ് സതീഷും കുടുംബവും. ന്യൂസ് ബ്യൂറോ, കോട്ടയം.